അസ്സലാമലൈക്കും. ഞങ്ങൾ വിഴിഞ്ഞത്ത് വന്ന് കേട്ടോ മീൻ വാങ്ങാൻ. വിഴിഞ്ഞം കടപ്പുഴാണിത്. വിഴിഞ്ഞം തുറമുഖം ഉണ്ടോ, കാണില്ലേ? നല്ല നെയ്മീനും വലിയ വലിയ മീൻ ഇരിക്കുന്നുണ്ടോ? അവിടെ അല്ലേ? അതന്നെ. അതാ കണ്ടു. അതാ കപ്പൽ വന്ന് നിൽക്കണുണ്ടോ വിഴിഞ്ഞം തുറമുഖത്ത്. ചരക്ക് കപ്പലുകളാണ് നിൽക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം ഏതാണ്? അതാ കണ്ടുണ്ട്. വിഴിഞ്ഞം മുഹീദ്ദീൻ പള്ളിയാണ്. ഒരു പള്ളിയെ കാണാനുള്ളൂ. ശരിയാണ്. മൂന്ന് പള്ളി കാണുന്നുണ്ടോ? ഇനി ഞങ്ങൾ മീനെ ചെന്നോക്കട്ടെ. ഇഷ്ടംപോലെ ആൾക്കാർ മീൻ കൊണ്ടുവരുന്നു ഉണ്ടോ? ലേലം വിളിക്കാൻ നിൽക്കുന്ന ആൾക്കാർ. ഇവിടെ ഇവര് മീൻ വെട്ടിത്തരാതിരിക്കുന്ന ആൾക്കാരാട്ടോ. നമ്മൾ ഇവിടുന്ന് മീൻ വാങ്ങിക്കുക, ഇവരടുത്ത് കൊടുന്ന് കൊടുത്താൽ അവർ വെട്ടിത്തരും. ഞങ്ങൾ മീൻ നോക്കട്ടെ. ഇതുണ്ടോ, ബോട്ടിൽ നിന്ന് ഇറക്കുക, നമുക്ക് അപ്പം തന്നെ കിട്ടും. നല്ല മീൻ കിട്ടും ഇവിടെ, ഫ്രഷ് മീൻ. എത്ര ആൾക്കാരാ മീൻ കച്ചവടം ചെയ്തിരിക്കുന്നു നോക്ക്. കൂടുതലും സ്ത്രീകളായിരിക്കും ഇവിടെ. ലേലം വിളിയാണ് ഇവിടെ കൂടുതൽ നടക്കുക. ഒക്കെപ്പാടെ കൂട്ടിയിട്ടിട്ട് നമ്മൾ അതിന് ഒറ്റയ്ക്ക് എടുക്കുകയാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ എല്ലാവരും കൂടെ കൂടി എടുക്കുക. അതപ്പോൾ ഒരു ബോട്ട് വന്നിട്ട് ആ ബോട്ടിൻ്റെ അവിടെ ആൾക്കാർ വന്നു, അത് ലേലം വിളിച്ചെടുക്കും. വരാ എല്ലാം 100 രൂപ. ഇല്ല 400. അതവിടെ വലിയ വാളായിരിക്കണം. ചെമ്പല്ലി എന്താ, നല്ല ചെമ്പല്ലി ഇല്ല, നെയ്മീമോ. എല്ലാരും വിളിക്കും. ഇങ്ങോട്ട് വരും കണ്ടോ? എല്ലാരും വിളിക്കുന്നുണ്ടോ? കണവയാണ്, വലിയ കണവ. തിരിച്ചു കൊടുക്കാൻ 850 രൂപ. 700 വലിയ വളമ ഒരു വയറോ ഒരു മൂലം മുങ്ങിയില്ല. 2 800 രൂപ പറയുന്നുണ്ട് വാള. എന്നാ ഞാനേ ഇന്റെ പൊടി കുഞ്ചു വാളയാണ് കൊടുത്തിട്ട് വാള നോക്കണ്ണ മടല് പോലെ ഇരിക്കണ് കണ്ടാണ്. ഞാൻ വെറും 700 രൂപയ്ക്കല്ലേ അണ്ണന് തരാന്ന് പറഞ്ഞു. ആരെങ്കിലും ഈ വാള തരുമോ? 700 രൂപയ്ക്ക് കാനീട്ടം തരാം. എടുക്ക്, കവറെടുക്ക്. നോക്കട്ടെ. നിങ്ങൾക്ക് വേണോ? 2 ആളെ 700 രൂപയ്ക്ക് വേണോ? എത്ര രൂപയ്ക്കാണോ? 500 രൂപയ്ക്ക്. ഞാൻ കളിയാക്കും. നിങ്ങളൊക്കെ വേണ്ട വേണ്ട ആളുകളിയെ വലിയ കാണാവ ലേലം വിളിക്കുന്നുണ്ട്. എൻ്റെ
അതൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാവരും കൂടെ ആ അതെടുത്തു. കാണാതെ വെയില് പൊരിയണം. ഇതൊക്കെ ഇപ്പോൾ കൊടുന്നിട്ടിട്ട് ഇവിടെ ലേലം വിളിക്കും കേട്ടോ. വിഴിഞ്ഞം തുറമുഖമാണ്. ഇതാണ്ട് അവിടെ ഒരു പള്ളിയുണ്ട്. പിന്നെ അത് അവിടെ നടുക്കൊരു പള്ളിയുണ്ട്. ആ നടുക്കത്തെ പള്ളിയാണ് മൊഹിയുദ്ദീൻ പള്ളി. അതിൻ്റെ നേരെ അപ്പുറത്തൊരു ചെറിയ പള്ളിയാണ്. അത് നമ്മളവിടെ പറയണത് ചെറിയ പള്ളി അറിയും. ഇവിടെ തൈക്കാപ്പള്ളി അറിയും. ബോട്ടുകളുണ്ട്. ഒക്കെ ഇപ്പോൾ കൊണ്ടുവന്നിട്ട മീനെ ലേലം വിളിക്കാൻ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ 2 ആളും 3 ആളൊക്കെ കൂടിയിട്ട് ലേലം വിളിച്ചെടുത്തിട്ട് അവർ വീതിച്ചും കൊണ്ട് പോകും. അങ്ങനെ ബക്കറ്റ് കൊണ്ട് വന്നിരിക്കുന്ന പീസുകളിട്ട് കൊണ്ടുപോകാൻ. ചുമയാണ് മക്കളെ. ഇവിടുത്തെ വെള്ളമൊക്കെ മാറി കുടിച്ചിട്ടും കുളിച്ചിട്ടൊക്കെ. വോട്ടുന്നുണ്ട് ഇറക്കി കൊണ്ടുവരിക. അങ്ങനെ ലേലം വിളിക്കുക അവിടെ വെച്ചിട്ട്. കച്ചവടക്കാർ പെണ്ണുങ്ങൾ വന്ന് നോക്കുന്നുണ്ട്. ലേലം വിളിച്ച് കൊണ്ടുപോയി റോട്ടിൽ വെച്ചിട്ട് വിൽക്കും. നെയ്മീൻ നോക്കട്ടെ. അവിടെ ഉണ്ട്. ഇത് വേറെ മീൻ കോര. ഇല്ല, നമ്മൾ നെയ്മീൻ നോക്കട്ടെ. ആ വാളയ്ക്ക് ഭയങ്കര വില, 800 രൂപ. പച്ചയില. ആ അങ്ങനെ വാങ്ങിക്കുന്നു. ചോദിച്ചു നോക്കി 500 രൂപ വേണ്ടെന്ന് ചോദിച്ചു. ഞങ്ങൾ നെയ്മീൻ നോക്കാനാ വന്നത്. ആ പോയി നോക്കട്ടെ. ആ ചേച്ചി, ഞങ്ങൾ നെയ്മീൻ നോക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ വരുമോ? ആ അതിലുണ്ടാകുമല്ലോ. ആ ആ ആ അപ്പോൾ വരുമല്ലേ? വാങ്ങിച്ചോളൂ. ആ ശരി. ആ അത് തന്നെ. ആ ആ പൊടി 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 ചേച്ചി പറയണ കേക്ക്. ബാ ഇവരെ വരി, ഇവിടെ വരി, ഒരു കാര്യം പറയട്ടെ. ചേച്ചി പറയണത് കേക്ക്.
വണ്ടി വരുമെന്ന് നെയ്മീനും കൊണ്ടേ വരുന്ന അവിടെയൊക്കെ ഭയങ്കര വിലയാണ്. അവിടെ തടലത്ത് പോയി ഇരിക്കാന്ന് അവര് പറയുന്നു. എന്നാ പിന്നെ അവിടുന്ന് 500, 600, 1000 കൊടുത്തിട്ട് പോയി വാങ്ങി. ആ വില കൊടുക്കും. നെയ്മീനൊക്കെ നല്ല വിലയല്ലേ. 3 വാങ്കടക്ക്. ആ ആ ആ ഇതെന്ത് നവരെന്ത് വരാ പറയണ നവര? ആ ഈ മീൻ 50 രൂപയ്ക്ക് ആരെങ്കിലും തരുമോ? അങ്ങനെ ഇരിക്കട്ടെ, പൈസ ഇരിക്കട്ടെ. ഇതേ വങ്കട വേണമെങ്കിൽ ഇരിക്കും. ഞാൻ 250 രൂപ ചോദിച്ചു. എടുത്ത കാഴ്ച പറയണ 150 രൂപ. വങ്കട 50 രൂപ ഇവൻ കൊടുക്കണം. 3 വങ്കട അല്ലേ? 3 വങ്കട. 75 ഞാനെങ്കിൽ 200 രൂപ വരെയും കഞ്ഞിട്ടാ എല്ലാവരും പിന്നെയും കുറഞ്ഞു കൊടുക്കും. ഞാനെന്തോ എനിക്ക് ഉച്ച മുതലാക്കണ്ടേ. നിങ്ങൾ വയനാട് ഇങ്ങനെ ഇതെന്ത് മീനാ അവിടെ? കാണാബയ്യാ? ഇതൊക്കെ കല്ലം കണവ, വലിയ വലിയ കണ. രണ്ടെണ്ണം എടുത്ത് 700 രൂപ. ആ കാഞ്ഞിരംകുളത്ത് അത് തന്നെ. ആ അവര് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവര് അതിനല്ലേ ഇവിടെ തന്നെ വന്നിരിക്കും.